Yes, a candidate scores 25% marks and fails by 68 marks, while another candidate scores 50% mark, gets 42 marks more than the minimum required mark to pass the examination. Find the maximum marks for the examination. ഇതില്ല, രണ്ട് പേര് പരീക്ഷ എഴുതുക. അതിന് ഒരുത്തൻ 25% മൊത്തം മാർക്ക് എടുത്തു, ശതമാനം 100ആണ്. ശതമാനം വെച്ചാൽ മാക്സിമം മാർക്ക് 100 അതിൽ 25% മാർക്ക് എടുത്തു ഒരുത്തൻ. അപ്പോൾ എന്തായാലും ഫെയിലായവൻ 68 മാർക്കിൽ ഫെയിലായി. 68 മാർക്കും ഉണ്ടായിരുന്നെങ്കിൽ അവൻ ജസ്റ്റ് പാസ്സായേനെ. അടുത്ത ആൾ അവൻ എന്ത് ചെയ്തു, 50% മാർക്ക് എടുത്തവൻ, രണ്ടാമത്തെ ആൾ 50% മാർക്ക് അവൻ സ്കോർ ചെയ്തു. അപ്പം നേരം അവന് 42 മാർക്ക് അധികമായി പാസ്മാരെ കാട്ടും. അപ്പോൾ ജസ്റ്റ് പാസ് നമുക്ക് രണ്ടുപേരുടെയും ജസ്റ്റ് പാസ് ഈക്വൽ ആയിരിക്കും. എല്ലാവരുടെയും ജസ്റ്റ് പാസ് ഈക്വൽ ആയിരിക്കും. ആ ക്ലാസ്സിലുള്ള എല്ലാവരും എക്സാം എഴുതുന്നവരുടെ പാസ് മാർക്ക് സെയിം ആയിരിക്കും. അപ്പോൾ രണ്ടുപേരുടെയും പാസ് മാർക്ക് നമുക്കിത് മനസ്സ് ചെയ്തിട്ട് അത് നമുക്ക് ഈക്വേഷൻ ഉണ്ടാക്കാം. ഓക്കെ, ഫസ്റ്റ് ആദ്യത്തെ എ ബി എന്ന് വെച്ചേക്കാം. അവൻ എന്ത് ചെയ്തു, 25% മാർക്ക് എടുത്തു. 20% മാർക്ക് എടുത്തപ്പോൾ 25% മാർക്ക് അവൻ എടുത്തു എക്സാമിൽ. അന്നേരം ഫെയിലായി. 68 മാർക്ക് വേണമെങ്കിൽ പാസ്സായേനെ. അപ്പോൾ 68 മാർക്ക് കൂട്ടിക്കോ, പാസ്സായേ, ജസ്റ്റ് പാസ്. അടുത്ത ആൾ 50% മാർക്ക് എടുത്തിട്ടുണ്ട് ആ എക്സാമിൽ. അവന് 42 മാർക്ക് കൂടുതലെടുത്തു. ഈ 50% മാർക്കിൽ പാസ് മാർക്കിൽ 42 മാർക്ക് കൂടിപ്പോയി. അപ്പോൾ പാസ് നമുക്ക് ജസ്റ്റ് പാസ് മാത്രം കണക്കൂട്ടിയാൽ മതി. അപ്പോൾ ഈ 42 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ജസ്റ്റ് പാസ്സായി. രണ്ടുപേരും ഇവൻ പാസ്സായി, ഇവൻ പാസ്, ജസ്റ്റ് പാസ് മാർക്ക് മാത്രം നമുക്ക് ഈ ക്വസ്റ്റൻ സമമായിരിക്കും. എല്ലാവരുടെയും സെയിം അല്ലേ, ജസ്റ്റ് പാസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഇക്വേഷനിൽ പെർസെൻറ്റേജ് എല്ലാം ഒരു സൈഡ് കൊണ്ടുവരാം, നമ്പർ അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇപ്പുറത്തുള്ളത് ബീനെ ഇങ്ങോട്ട് എയിനെ ഇങ്ങോട്ടാക്കാം. കാരണം വലിയ സംഖ്യയാണ് ലെഫ്റ്റിൽ വേണ്ട. -42, 25% + 68 സെയിം. ഇതിന് ഇങ്ങോട്ട് മാറ്റത്തേ ഉള്ളൂ. ഇനി നമുക്ക് പെർസെൻറ്റേജ് എല്ലാം 25% പ്ലസ് മൈനസ് ആവും. ഇവിടെ +68 ഓൾറെഡി ഉണ്ട്, -42 പ്ലസ് ആവും. മൈനസ് ചെയ്താൽ പെർസെൻറ്റേജ് എല്ലാം ഒരു സൈഡ് ഉണ്ട്, മൈനസ് ചെയ്താൽ 25% അല്ലേ. ഇത് കൂട്ടിയ 110. അപ്പം ഫൈൻഡ് ദ മാക്സിമം മാർക്കാണ് വെച്ചിരിക്കുന്നത്. മാക്സിമം മാർക്ക് 20% ആണ്. മാക്സിമം മാർക്കിൽ 25% ആണ് 110. ഏറ്റവും കൂടി 100% മാർക്കിൽ 25% എന്ന് പറഞ്ഞാൽ 110 ആണ്. നമുക്ക് 100% വേണ്ടത്. ഇതെങ്ങനെ ചെയ്യാം? 25% 110 ആണെങ്കിൽ 100 എങ്ങനെ വരും? 25 × 4 100. 110 × 4 ആയിരിക്കും മാക്സിമം മാർക്ക്. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ, അത് നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെയെങ്കിലും നിങ്ങൾ നോക്കാം. ഇതാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ രണ്ട് സംഖ്യയും മണ്ടയ്ക്ക് അടിയിൽ 25. ഇതിൻ്റെ ആൻസർ ആയിരിക്കും 100%. 100% ക്വസ്റ്റ്യൻ മാർക്കല്ലേ, ഇത് നമുക്ക് ആൻസർ തരും. ക്രോസ് മൾട്ടിപ്ലൈ, രണ്ട് സംഖ്യ ഉള്ളത് മണ്ടയ്ക്ക് ഒരു സംഖ്യ 4 × 1 4 4 0. അപ്പോൾ മാക്സിമം മാർക്ക് പറഞ്ഞാൽ 440 ആണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.